Hi, hello all, welcome to my YouTube channel. വലിയൻ്റെ ഓഫ് ദി ബോയ് ആൻഡ് ദി ബട്ടർഫ്ലൈ എന്നുള്ള പോയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജോൺ ബനിയൻ വാസ് എൻ ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് വാസ് ഓൾസോ എ പ്യൂരിറ്റൻ പ്രീച്ചറാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ദ പിൽഗ്രിംസ് പ്രോഗ്രസ്. അതിനൊരു ക്രിസ്ത്യൻ അലിഗറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി ഉണ്ട്, ഗ്രേസ് എബൗണ്ടിങ്. പിന്നെ ഏറ്റവും മോസ്റ്റ് ഫേമസ് വർക്ക് എന്ന് പറയുന്നതാണ് ദ പിൽഗ്രിംസ് പ്രോഗ്രസ്. ഓക്കെ, ഇദ്ദേഹം ഒരു പോപ്പുലർ റൈറ്ററുമാണ്, അതുപോലെ തന്നെ പ്രീച്ചറുമാണ്. പിന്നെ ഇദ്ദേഹം പാസ്റ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്നത് അതിന് 1300 എഡിഷൻസ് ഉണ്ടായിട്ടുണ്ട്. വൺ ഓഫ് ദി മോസ്റ്റ് പബ്ലിഷ്ഡ് ബുക്സ് ആണ്. പിന്നെ 1300 എഡിഷൻ ബൈ 1938 ആയപ്പോഴത്തേക്കും 1300 എഡിഷനായി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് തീംസ് ഒക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ദ ബോയ് ആൻഡ് ദ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഒരു ലിറ്റിൽ ബോയ് ഒരു ബട്ടർഫ്ലൈയുടെ പുറകെ ഓടുവാണ്. അപ്പോൾ ഈ ലിറ്റിൽ ബോയ്ക്ക് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് അവൻ്റെ ഹാപ്പിനെസ്സിൻ്റെ ഒരു സിമ്പിളാണ്. ആൻഡ് ഹി ഡസ് നോട്ട് കെയർ ഫോർ എനി അതർ തിങ്സ്. അതായത് ഇവന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ ബട്ടർഫ്ലൈയെ ഒന്ന് പിടിക്കുക, അത്രയേ ഉള്ളൂ. ആൻഡ് അതിന് ചുറ്റിനും നടക്കുന്ന, അതായത് വേൾഡിൽ നടക്കുന്ന പല കാര്യങ്ങളോ അല്ലെങ്കിൽ വേൾഡിലുള്ള, അതായത് ഇവന് ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളോ സിറ്റുവേഷൻസോ സർക്കംസ്റ്റൻസോ ഒന്നും ഇവൻ നോട്ടീസ് ചെയ്യുന്നില്ല. ആൻഡ് ഹീ ഈസ് റണ്ണിങ് ആഫ്റ്റർ ദി ബട്ടർഫ്ലൈ മാഡ്ലി. ആൻഡ് അതായത് അവന് എന്തോ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി ഒരു ബട്ടർഫ്ലൈയുടെ പുറകെ ഇങ്ങനെ ഓടി നടക്കുവാണ്. അങ്ങനെ പോയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും, ഈ ബട്ടർഫ്ലൈയെ പിടിക്കാൻ വേണ്ടി ബോയിയുടെ ഈ ഒരു അറ്റംപ്റ്റ് ഉണ്ടല്ലോ, ഓടി നടക്കുന്ന ആ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ചില ആളുകൾ ഇതുപോലെ തന്നെയാണെന്നാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും അവർക്കൊരു പ്ലഷർ കിട്ടാൻ വേണ്ടി ഓരോ കാര്യങ്ങളുടെ പുറകെ ഓടും, പക്ഷേ ആ ഒരു പ്ലഷർ എന്ന് പറയുന്നത് ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കിട്ടിയാൽ ഉടനെ തന്നെ അത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് പ്ലഷർ ആയിരിക്കും അത്. അതായത് ചില ആളുകൾ ഒരു ക്വസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഔട്ട് ഓഫ് പ്ലഷറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഇതുപോലെ മാഡായിട്ട് ചില കാര്യങ്ങളുടെ പുറകെ ഇങ്ങനെ റൺ ചെയ്ത് നടക്കും. ഈ ഒരു കുട്ടി ബട്ടർഫ്ലൈയുടെ പുറകെ ഓടുന്നത് പോലെ അവരുടെ സിറ്റുവേഷൻസോ ലൈഫോ അല്ലെങ്കിൽ ചുറ്റിനുമുള്ള കാര്യങ്ങളോ ആളുകളെയോ ഒന്നും മൈൻഡ് ചെയ്യാതായിരിക്കും ചിലപ്പോൾ ഇവർ പോകുന്നത്. ആ ഒരു സിംഗിൾ പേഴ്സ്യൂട്ടിന് വേണ്ടിയായിരിക്കും ഇവർ ഇങ്ങനെ പുറകെ പോകുന്നത്. പക്ഷെ അങ്ങനത്തുള്ള കൈൻഡ് ഓഫ് പ്ലഷർ എന്ന് പറയുന്ന അധികകാലം നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അത് പെട്ടെന്ന് തന്നെ കിട്ടിയാൽ ഉടനെ തന്നെ അതൊക്കെ നഷ്ടമായി പോകുന്ന കൈൻഡ് ഓഫ് പ്ലഷേഴ്സാണ് അതൊക്കെ എന്നാണ് ഇവിടെ പറയുന്നത്. സോ നമുക്കിതിൻ്റെ ലൈൻ ബൈ ലൈൻ അനാലിസിസ് നോക്കാം. അതായത് നമ്മൾ ഈ വേൾഡ് പ്ലഷറിൻ്റെ പുറകെ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തിങ്സിൻ്റെ പുറകെ നമ്മൾ ഫ്യൂട്ടൈലായിട്ടാണ്, നമ്മൾ യൂസ്ലെസ്, അതായത് അതൊക്കെ വെറും യൂസ്ലെസ് ആണെന്ന് നമ്മൾ അതിൻ്റെ പിന്നിലുള്ള നമ്മൾ അതിന് വേണ്ടി കിടന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പുറകെ കിടന്ന് ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും യൂസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ലൈൻ, 2 ലൈൻസിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് റീഡേഴ്സിൻ്റെ അടുത്ത് യങ് ബോയിയെ കുറിച്ച് പറയുവാണ്. അതായത് യങ് ബോയ് എന്താണ്, ഈ ഒരു യങ് ബോയിയെ നമ്മളൊന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടി റീഡേഴ്സിൻ്റെ അടുത്ത് പറയുവാണ്. ആൻഡ് ഹീ ഈസ് പാഷനേറ്റ്ലി ചേസിങ് ആഫ്റ്റർ ബട്ടർഫ്ലൈ. അപ്പോൾ ബോയുടെ ആ ഒരു ഈഗർനെസ് എന്ന് പറയുന്നത്, അവൻ വിചാരിച്ച് വെച്ചേക്കുന്ന ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഹാപ്പിനെസ്സിൻ്റെ എല്ലാം ഒരു കൈൻഡ് ഓഫ് എംബോഡിമെൻ്റ് ആണെന്നാണ്. അതായത് ഇങ്ങനത്തുള്ള സില്ലി ആയിട്ടുള്ള കാര്യങ്ങളിൽ ചില ആളുകൾ ഭയങ്കരമായിട്ടങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും, അവരുടെ ലൈഫും അവരുടെ ടൈമും എല്ലാം, മണിയും എല്ലാം. സോ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. ലൈൻസ് 3 to 4 പറയുന്നതെന്ന് വെച്ചാൽ പോയം കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ ഒരു ബോയുടെ ആ ഒരു ബട്ടർഫ്ലൈയെ കുറിച്ചുള്ള ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, അതിങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞു പോവുകയാണ്. ആ ബോയ്ക്ക് ഈ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുന്ന അവൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് ഇപ്പോൾ തൽക്കാലത്തേക്ക്. അതെന്തോ കിട്ടിക്കഴിയുമ്പോൾ അവൻ എന്തോ ഒരു പ്രൈഡാണ് അല്ലെങ്കിൽ ഒരു എന്തോ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്തോ ഒരു ഗെയിൻ ചെയ്ത പോലെയാണ് അവന് തോന്നുന്നത്. പക്ഷേ ഇതൊരു സ്മോൾ ക്രീച്ചറാണ്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഹാപ്പിനെസ് ഒരിക്കലും നിൽക്കത്തില്ല എന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ചില ആളുകളെന്ന് പറയുന്നത് എന്താ പറയുക, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഭയങ്കര വാല്യൂ കൊടുക്കും, ഭയങ്കര ഗ്രേറ്റ് വാല്യൂ ആയിരിക്കും അവർ തന്നെ കൊടുക്കുന്നത്. പക്ഷെ അത് കിട്ടിക്കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്, ഇറ്റ് വാസ് ജസ്റ്റ് എ മൈനർ തിങ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇറ്റ് വാസ് ജസ്റ്റ് എ യൂസ്ലെസ് തിങ് എന്നുള്ളത്. ലൈൻസ് 5 to 6 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജോൺ ബനിയൻ ആ ഒരു ബട്ടർഫ്ലൈയുടെ ട്രൂത്തിനെ കുറിച്ച് പറയുവാണ്. ആ കുട്ടിയുടെ ബിലീഫ് എന്താണ്, ഇറ്റ് ഈസ് ആക്ച്വലി ലൈറ്റർ ദാൻ എ ഫെദർ എന്നാണ് അല്ലെങ്കിൽ എന്താ പറയുക, എന്തോ ഒരു ഭയങ്കര ഗ്രേറ്റ് വാല്യൂ ആണെന്നാണ് കുട്ടിയുടെ വിചാരം. പക്ഷേ ആ ഒരു ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ ഒരു തൂവലിനെക്കാട്ടിലും ലൈറ്റർ ആണെന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നില്ല. അതായത് വെറും വേർത്ത്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെയാണ് ഈ കുട്ടി ഓടിപ്പോകുന്നതെന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ ഒരു വേൾഡിൽ നടക്കുന്നത്. നമ്മളെല്ലാവരും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ പുറകെ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ പുറകെയാണ് നമ്മളും ഓടുന്നത്. നമ്മൾ വിചാരിക്കുന്നത് അത് വാല്യൂബിൾ ആണെന്നാണ്, പക്ഷേ അത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്നാണ് പോയിട്ട് പറയുന്നത്. ഇനി 7 to 8 ലൈൻസ് നോക്കിക്കോ. ബോയ് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ബട്ടർഫ്ലൈയെ പിടിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. ആൻഡ് ഹീ ഈസ് എക്സൈറ്റഡ്ലി
കോളിംഗ് ഔട്ട് ഹിസ് ഫ്രണ്ട്സ്. അതായത് ഈ ഒരു എന്തൂസിയാസം ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ബട്ടർഫ്ലൈയുടെ പുറകെ ഓടുന്നുകൊണ്ട് ഫ്രണ്ട്സിനെ വിളിക്കുന്നുമുണ്ട്. അവൻ്റെ ആ ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് വളരെ ഇൻറ്റൻസ് ആണ്. സോ അവൻ അതിൻ്റെ ചുറ്റിനുമുള്ള ഇവനെ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ചുറ്റിനുമുള്ള എന്താ പറയുക, ഈ ഒബ്സ്റ്റക്കിൾസിനെയോ ഡിഫിക്കൽട്ടീസിനെയോ ഒന്നും അവൻ മൈൻഡ് ചെയ്യുന്നില്ല. സോ അതെല്ലാം ആ പൊട്ടൻഷ്യൽ പെയിൻ അല്ലെങ്കിൽ ഡേഞ്ചർ ഒന്നും മൈൻഡ് ചെയ്യാതാണ് ഇവൻ അത്രയും ഇൻറ്റൻസ് ആയിട്ടാണ് ഇതിൻ്റെ പുറകെ ഡിറ്റർമൈൻഡ് ആയിട്ട് പോകുന്നത്. പിന്നെ അപ്പം നമ്മൾ അതുപോലെ തന്നെയാണ്. അതിന് പിന്നിലുള്ള ചതികളെക്കുറിച്ചൊന്നും നമ്മൾ അറിയാതാണ് നമ്മൾ ഓരോ മെറ്റീരിയലിസ്റ്റിക് തിങ്സിന് വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ സമയം കളയുന്നത്. ലൈൻസ് 9 to 10. ഈവൻ ദോ അതായത് ഒരു മോൾ ഹില്ലിൻ്റെ അവിടെ തട്ടി, അതായത് പിന്നെ എന്താ പറയുക, ഒരു മോൾ ഹില്ലെന്ന് പറയുമ്പോൾ എന്താ പറയുക, അതായത് ഒരു ജീവിയുടെ അത് ഉണ്ടാക്കി വെക്കുന്ന മൺകൂനയാണ് മോൾ ഹിൽ എന്ന് പറയുന്നത്. സോ ആ മോൾ ഹില്ലിൽ തട്ടി ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, താഴെയൊക്കെ വീഴുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതാണ് വീണ്ടും ഓടി നടക്കുന്നത്. മോൾ ഹിൽസ് എന്നൊക്കെ പറയുന്ന കുഞ്ഞു കുഞ്ഞു ഒബ്സ്റ്റക്കിൾസ് ആണ്. അതിനകത്ത് നിന്ന് അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വീണ്ടും അവൻ്റെ ആ ഒരു ചേസ് തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സെൻസ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെട്ട ആളുകളെ പോലെയാണ് ഇവനും ഇപ്പോൾ പെരുമാറുന്നത്. ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഇറാഷണാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു ബോധം ഇല്ലാതെ ഇതിന് വേണ്ടി പുറകെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ ചില ആളുകളും ഇതിങ്ങനെ തന്നെയാണ്. ഈ സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ഒബ്സസ്ഡ് ആയിട്ട് അതിൻ്റെ കോൺസിക്വൻസസും റിയാലിറ്റിയും എല്ലാം ഇഗ്നോർ ചെയ്തിട്ട് പുറകെ ഓടി നടക്കും. ലൈൻസ് 11 to 12 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സില്ലി ബട്ടർഫ്ലൈയെയാണ് ഇവനിങ്ങനെ പുറകെ നടന്ന് പിടിക്കാൻ നടക്കുന്നത്. ആ സില്ലി ബട്ടർഫ്ലൈ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവൻ അതിനുവേണ്ടി വളരെയധികം എഫേർട്ടും വളരെയധികം ഷൗട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സില്ലി എന്നുള്ള കാര്യം ഇങ്ങനെ പോയിട്ട് ഇവിടെ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ്റെ ആ ഒരു ഓട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പെർസ്യൂട്ട് ഓഫ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് വളരെ ഫൂളിഷാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ വർത്തി എന്നാണ് ജോൺ ബെനിയൻ പറയുന്നത്. അപ്പോൾ ഒരു മോറൽ ലെസൺ ആണ് നമുക്ക് തരുന്നത്. അതായത് വേൾഡ്ലി പ്ലഷറിൻ്റെ പിന്നാലെ നമ്മൾ പോയാലും അതൊക്കെ എന്താണ്, യൂസ്ലെസ് ആയി തീരത്തേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ കമ്പാരിസൺ എന്നുള്ള ലൈൻസ് ആണ്, അത് 13 to 20. അപ്പോൾ ഈ ഒരു ലിറ്റിൽ ബോയ് എന്ന് പറയുന്നത് ജോൺ ബെനിയൻ ഡയറക്റ്റ് കമ്പാരിസൺ നടത്തുകയാണ് ബോയും ചില ആളുകളും തമ്മിൽ. അതായത് ഈ മെറ്റീരിയലിസ്റ്റിക് പെർസ്യൂട്ട്സിൻ്റെ പുറകെ പോകുന്ന ആളുകളും തമ്മിൽ ഒരു കമ്പാരിസൺ പോലെ നടത്തുകയാണ്. അപ്പോൾ ആ ഒരു സെപ്പറേറ്റ് സെക്ഷനെ കമ്പാരിസൺ എന്ന് പറഞ്ഞ് തന്നെയാണ് ജോൺ ബെനിയൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഇറ്റ് റിപ്രസെൻറ്റ്സ് വേൾഡിലെ ബെസ്റ്റ് തിങ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ പെട്ടെന്ന് നഷ്ടപ്പെട്ടേക്കാവുന്ന അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള പ്ലഷേഴ്സിനെയാണ് ബട്ടർഫ്ലൈ കാണിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ ഫെയ്ഡായി മാറും. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് നത്തിങ്, അല്ലെങ്കിൽ ഫോൾസ് ജോയ് ആണ് അത് കാണിക്കുന്നത്. ഫേക്ക് ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് ആണ് അതുവഴി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വേൾഡ് ഫുള്ളും ഉള്ളത്. അപ്പോൾ വേൾഡ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു ഇല്യൂഷണറി ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അപ്പോൾ ബട്ടർഫ്ലൈ ബോയ്ക്ക് ഉള്ളതുപോലെ തന്നെയാണ് നമ്മളും ഓരോ എന്താ പറയുക, ഈ വർത്ത്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ നമ്മൾ പെർസ്യൂട്ട് ചെയ്ത് ഓടി നടക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ജോൺ ബെനിയൻ വീണ്ടും ആ ഒരു ബോയുടെ ആ ഒരു പെർസ്യൂട്ടിനെ, ആ ഒരു കെയർ ഫ്രീ അല്ലെങ്കിൽ കെയർലെസ് ആയിട്ടുള്ളൊരു പെർസ്യൂട്ടിനെ വീണ്ടും ഇലാബറേറ്റ് ചെയ്ത് പറയുവാണ്. ചില ആളുകളും ഇതുപോലെ തന്നെയാണ്, ഓരോന്നിൻ്റെ പുറകെ ഓടും. പക്ഷേ എത്ര ഡിഫിക്കൽട്ടീസ് വന്നാലും നമ്മൾ ആ ഒരു ഫേക്ക് ഡിസയറിന് പിന്നാലെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തും ത്യജിച്ച് നമ്മൾ പോകും എന്നാണ് പറയുന്നത്. എത്ര സ്മോൾ ചേഞ്ചസ് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ചലഞ്ചസ് വന്നാലും ആളുകൾ എന്ത് ചെയ്യും, ഈ ട്രിവിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സില്ലി ആയിട്ടുള്ള ഗോൾസിൻ്റെ പുറകെ ഓടി നടക്കും. അപ്പോൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഐറണിയാണ്. ആളുകളുടെ ആ ഒരു ഐറണിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് എന്തുമാത്രം റിസ്ക് എടുത്ത് നമ്മൾ ഈ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ നമ്മൾ നടക്കും, എന്നാൽ അത് കിട്ടിക്കഴിയുമ്പോൾ എന്താണ്, അത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. സോ ഇതിനകത്ത് തീം എന്ന് പറയുന്നത് എന്താണ്, ഫ്യൂട്ടിലിറ്റി ഓഫ് പെർസ്യൂയിങ് വേൾഡ്ലി പ്ലഷേഴ്സ് അല്ലെങ്കിൽ ഫേക്ക് ഗോൾസിൻ്റെ പുറകെ പോകുന്നതാണ് പറയുന്നത്. ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടുത്തെ ഒരു ഇല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിനെയാണ് ബട്ടർഫ്ലൈ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ബോയ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരുമാണ്. അപ്പോൾ മോഡേൺ വേൾഡിൽ ആളുകളെല്ലാവരും ഇതിൻ്റെ പുറകെ, അതായത് ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ ഓടി നടക്കുകയാണെന്നാണ് പറയുന്നത്. സോ ഇതൊരു മോറൽ ലെസൺ തരുന്നൊരു പോമാണ് ഓഫ് ദി ബോയ് ആൻഡ് ദി ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ബോയ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ബട്ടർഫ്ലൈ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ബോയ് ഒരിക്കലും അഫ്രൈഡ് ആവാത്തത്, ബിക്കോസ് ബട്ടർഫ്ലൈയെ പിടിക്കണം എന്നുള്ള കാര്യത്തിൽ അവൻ വളരെ ഡിറ്റർമൈൻഡ് ആയിട്ട് ഓടി നടക്കുകയാണ്. സോ അതുകൊണ്ട് അവൻ ചുറ്റും നടക്കുന്ന കല്ലാണെങ്കിലും മോൾ ഹിൽസ് ആണെങ്കിലും അവൻ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ പോയറ്റിന് ഒരു കൈൻഡ് ഓഫ് പിറ്റിയാണ്, സിമ്പതിയാണ് തോന്നുന്നത് ഈ ബോയ് ബട്ടർഫ്ലൈയുടെ പുറകെ ഓടി നടക്കുന്നത്. ബിക്കോസ് അത് കിട്ടിക്കഴിഞ്ഞാലും എന്ത് ചെയ്യാം, അവൻ അതിനെ കൊണ്ടൊരു യൂസും ഇല്ല, അത് പെട്ടെന്ന് തന്നെ ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ ബട്ടർഫ്ലൈ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തുള്ള എല്ലാ ബെസ്റ്റ് തിങ്സിനെയാണ് ബട്ടർഫ്ലൈ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഏത് ബെസ്റ്റ് തിങ്സ് ആണ്, മെറ്റീരിയലിസ്റ്റിക് വേൾഡിലുള്ള ബെസ്റ്റ് തിങ്സിനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എവറിത്തിങ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഫെയ്ഡിങ് ആണ്. അപ്പോൾ എല്ലാം ജസ്റ്റ് നത്തിങ്സും അല്ലെങ്കിൽ ഫേക്ക് ജോയ്സ് അല്ലെങ്കിൽ ഫേക്ക് ഹാപ്പിനെസ് ആണ് ഉള്ളത്. അത് ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.